പേര് വിവാദത്തിൽപ്പെട്ട JSK സെൻസർ കുരുക്കെല്ലാം അഴിച്ച് ഇന്ന് തിയേറ്ററുകളിൽ റിലീസായി. പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത JSK എന്ന ചിത്രം ഇന്നാണ് തിയേറ്ററുകളിലെത്തിയത്. സുരേഷ് ഗോപിയുടെ എത്രയോ നാളിന് ശേഷമുള്ള ഒരു വക്കീൽ വേഷം. എന്തായാലും സിനിമ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നായിക അനുപമ പരമേശ്വരൻ ഏറെ നാളിന് ശേഷമാണ് ഒരു മലയാള ചിത്രത്തിലേക്ക് എത്തുന്നത്. അനുപമയുടെ ഇതിന് മുമ്പ് വന്ന ചിത്രം ഡ്രാഗൺ എന്ന ചിത്രം, പ്രദീപ് രംഗനാഥൻ നായകനെ അഭിനയിച്ച ചിത്രമായിരുന്നു. ഒരു ഗ്ലാമർ വേഷമായിരുന്നു അനുപമ ചെയ്തത്. അതിനുശേഷം എത്രയോ നാളിന് ശേഷമാണ് മലയാളത്തിൽ അനുപമയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത്. എന്തായാലും സുരേഷ് ഗോപിക്കൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു റോൾ ചെയ്തത് വളരെ ഭംഗിയാക്കി തന്നെ അവതരിപ്പിക്കാൻ അനുപമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് ഇതിനകത്തൊരു റോൾ ചെയ്തിട്ടുണ്ട്. യദു കൃഷ്ണൻ ഇതിനകത്ത് ഒരു റോള് ചെയ്തിട്ടുണ്ട്. അതിഗംഭീരമായി തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ തന്നെ അവതരിപ്പിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു പോലീസ് വേഷമാണ് അദ്ദേഹം ചെയ്തത്. അതുപോലെ നമ്മുടെ ആസിഫ് അലിയുടെ സഹോദരൻ അസ്കർ അലിയും ഇതിനകത്ത് മുഴുനീളം സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹവും ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് രണദിവയാണ്. ഒരു വെറൈറ്റി എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഒരു സംവിധായകൻ, ഈ പ്രവീൺ നാരായണൻ എന്ന സംവിധായകനിലൂടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പല വ്യത്യസ്തമായ ഈ ആക്ഷൻ രംഗങ്ങളൊക്കെ വളരെ ഭംഗിയായി എനിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നമുക്കുള്ള ഭംഗിയുള്ള കുറേ രംഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം സംവിധായകൻ്റെ ഭാവനയാണല്ലോ ഛായാഗ്രഹനിലേക്ക് പകർന്നു കൊടുക്കുന്നത്. എന്തായാലും വ്യത്യസ്തമായ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഈ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ വളരെ ഭംഗിയായി തന്നെ നമുക്ക് ആനന്ദിക്കാൻ വകയുള്ള ഒരു ക്ലൈമാക്സും കൂടെയാണ്. കാര്യം അത്രയ്ക്ക് ഭംഗിയായി തന്നെ ആ ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ സംവിധായകന് കഴിഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ ക്യാമറ വർക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ മറ്റൊരു കാര്യം, സിനിമയുടെ തുടക്കത്തിൽ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ട്. ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിന് ഒരു വെറൈറ്റി ഉണ്ട്. അതുപോലെ ആ സംഗീതം, ടൈറ്റിൽ സോങ് ചെയ്തിരിക്കുന്നത് ജിബ്രാനാണ്. പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്നത് ജിബ്രാനാണ്. വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തല സംഗീതമാണ് സിനിമയ്ക്കുള്ളത്. അനുയോജ്യമായത് തന്നെയാണ്. നമുക്ക് എവിടെയും ഒരു കല്ലുകടി ഫീൽ ചെയ്തില്ല. വളരെ സിനിമയോടൊപ്പം ഒഴുകിപ്പോകുന്ന ഒരു പശ്ചാത്തല സംഗീതമായിട്ട് തന്നെയാണ് ജിബ്രാൻ്റെ സംഗീതം എനിക്ക് തോന്നിയത്. പിന്നെ ഈ തുടക്കത്തിലുള്ള ടൈറ്റിലിൻ്റെ സമയത്തുള്ള ആ ഒരു ഇംഗ്ലീഷ് സോങ്, അത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. കാര്യം ടൈറ്റിൽ എഴുതി കാണിക്കുന്ന രീതിയും ആ പാട്ടുമായി വളരെ ഒരു സിങ്ക് ഉള്ളതുപോലെയും കണ്ട് തുടങ്ങുമ്പോൾ നമ്മളൊരു സിനിമ കാണാനുള്ളൊരു മൂഡിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു ടൈറ്റിൽസൊക്കെ ആയിരുന്നു സിനിമയുടെ തുടക്കത്തിൽ. ഡേവിഡ് ആബൽ ഡൊണോവൻ എന്ന കഥാപാത്രമാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത്. ഒരു അഡ്വക്കേറ്റിൻ്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ഞാൻ കണ്ടുവന്നപ്പോൾ ചിന്താമണി കൊലക്കേസിലൊക്കെ നമ്മൾ കണ്ട പോലെ ഉള്ള ഒരു സുരേഷ് ഗോപിയാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കോർട്ട് റൂം നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ സീറ്റിൻ്റെ അറ്റത്ത് വന്നിരുന്ന് കാണുന്ന തരത്തിലുള്ള രംഗങ്ങളൊക്കെയാണ് സിനിമയ്ക്കുള്ളിലുള്ളത്. കൂടുതൽ ഞാൻ കഥയിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ഒരു വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ വരുന്ന ഒരു കഥയും കൂടിയാണ്. സുരേഷ് ഗോപിയുടെ ഡയലോഗുകളൊക്കെ നല്ല പഞ്ചുള്ള ഡയലോഗുകളാണ്. നമുക്ക് പഴയ കമ്മീഷണറൊക്കെ ഓർമ്മ വരുന്ന തരത്തിലുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട്. തിയേറ്ററിൽ ഇരുന്നവരൊക്കെ കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്തു. ഒരു നല്ല ചിത്രം തന്നെയാണ് ഇതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.